+2 പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുകയാണ്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലമാണ് പ്രഖ്യാപിക്കുന്നത്. ഔദ്യോഗിക ഫല പ്രഖ്യാപനത്തിന് ശേഷം വൈകിട്ട് 4 മുതൽ റിസൾട്ട് വെബ്സൈറ്റിൽ ലഭ്യമാകും. ഫലം വിദ്യാഭ്യാസ മന്ത്രിയാണ് പ്രഖ്യാപിക്കുന്നത്. അതിനായുള്ള വാർത്താ സമ്മേളനം ആരംഭിക്കുകയാണ്. സഫലം 2023 എന്ന മൊബൈൽ ആപ്പിലൂടെയും ഫലം അറിയാൻ സാധിക്കും. 2023 കേന്ദ്രങ്ങളിലായി 4,42,067 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. ഈ വിദ്യാർത്ഥികളാണ് ഫലം കാക്കുന്നത്. എന്തായാലും പരീക്ഷാ ഫലപ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നു. അതിലേക്ക് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷാ ഫലപ്രഖ്യാപനം 2023. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷാ നടപടികൾ പൂർത്തിയാക്കി ഇന്ന് ഫലം പ്രഖ്യാപിക്കുകയാണ്. വിദ്യാർത്ഥി ജീവിതത്തിന്റെ വഴിത്തിരിവായി കണക്കാക്കുന്നതും സ്കൂൾ ജീവിതത്തിന്റെ അവസാന ഘട്ടവുമാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം. കോവിഡ് മഹാമാരിക്ക് ശേഷം സാധാരണ നിലയിലുള്ള അധ്യയനം നടന്ന വർഷമാണ് 2022-23. ഇവരുടെ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ 2022 ജൂൺ 3 മുതൽ ജൂൺ 29 വരെ തീയതികളിലായി നടത്തുകയുണ്ടായി. തുടർന്ന് ജൂലൈ 3 സാധാരണ രീതിയിലുള്ള അധ്യയനം ആരംഭിച്ചു. 2023 മാർച്ച് 10 മുതൽ 30 വരെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടക്കുകയുണ്ടായി. ഹയർ സെക്കൻഡറിക്ക് കേരളത്തിനകത്തും പുറത്തുമായി 2023 പരീക്ഷാ കേന്ദ്രങ്ങളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 389 പരീക്ഷാ കേന്ദ്രങ്ങളുമാണ് സജ്ജമാക്കിയത്. റെഗുലർ കുട്ടികൾക്ക് പുറമെ ഓപ്പൺ സ്കൂൾ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, സ്പെഷ്യൽ സ്കൂൾ, ആർട്ട് ഹയർ സെക്കൻഡറി എന്നീ പരീക്ഷകളും നടത്തുകയുണ്ടായി. ഹയർ സെക്കൻഡറിക്ക് 80 മൂല്യനിർണ്ണയ ക്യാമ്പുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 8 മൂല്യനിർണ്ണയ ക്യാമ്പുകളും സജ്ജീകരിച്ചിരുന്നു. ഹയർ സെക്കൻഡറിയിൽ 23,231 അധ്യാപകരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 2,256 അധ്യാപകരും മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്തു. 2023 ഏപ്രിൽ 3 മുതൽ 26 വരെ തീയതികളിലായി മൂല്യനിർണ്ണയം പൂർത്തിയാക്കി. മൂല്യനിർണ്ണയത്തോടൊപ്പം ടാബുലേഷൻ ജോലികളും നടത്തുകയുണ്ടായി. ഈ വർഷത്തെ പ്രായോഗിക പരീക്ഷകൾ 2023 ഫെബ്രുവരി മാസം 1 മുതൽ 25 വരെ തീയതികളിലായി നടന്നു. ഈ വർഷം സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള ഗ്രേസ് മാർക്ക് അനുവദിച്ചിട്ടുണ്ട്. പരീക്ഷകൾ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കാൻ പരീക്ഷാ ബോർഡ് ചെയർമാനോടൊപ്പം പ്രവർത്തിച്ച പരീക്ഷാ സെക്രട്ടറിമാർ, RDDമാർ, ADമാർ, അധ്യാപകർ, മൂല്യനിർണ്ണയ ക്യാമ്പിന് നേതൃത്വം നൽകിയവർ, സാങ്കേതിക സഹായം നൽകിയ NIC അധികൃതർ എന്നിവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. പരീക്ഷ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അനുമോദനങ്ങൾ നേരുന്നു. ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടാൻ കഴിയാത്തവർക്കും വിജയിച്ചവരിൽ ആവശ്യമെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനുമായി 2023 ജൂൺ 21 മുതൽ സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തുന്നതാണ്. സേവ് എ ഇയർ. അതിന്റെ വിശദമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പുറപ്പെടുവിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മാർച്ച് 2023 മാർച്ച് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 2028 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,76,135 പേർ പരീക്ഷ എഴുതി. അതിൽ
3,12,005 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനം 82.95%. മുൻവർഷം ഇത് 83.87%. 82.95%. മുൻവർഷം ഇത് 83.87%. വ്യത്യാസം 0.92% കുറവ്. റിസൾട്ട് വിശദമായി. റെഗുലർ സ്കൂൾ ഗോയിങ് ആകെ കുട്ടികൾ 3,76,135. ആൺകുട്ടികൾ 1,81,624. പെൺകുട്ടികൾ 1,94,511. റെഗുലർ സ്കൂൾ ഗോയിങ് കോമ്പിനേഷന്റെ അടിസ്ഥാനത്തിൽ സയൻസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,93,544. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,68,975. 87.31%. ഹ്യൂമാനിറ്റീസ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 74,482. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 53,575. വിജയശതമാനം 71.93. കൊമേഴ്സ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,08,109. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 89,455. വിജയശതമാനം 82.75. റെഗുലർ സ്കൂൾ ഗോയിങ് സ്കൂൾ വിഭാഗം അനുസരിച്ച് സർക്കാർ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,64,043. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,29,905. വിജയശതമാനം 79.19. എയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,84,844. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,59,530. വിജയശതമാനം 86.31. അൺഎയ്ഡഡ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 27,031. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 22,355. വിജയശതമാനം 82.70. സ്പെഷ്യൽ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 296. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 294. വിജയശതമാനം 99.32. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ റെഗുലർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ എണ്ണം 33,815. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ 1,753. ആൺകുട്ടികൾ 1,318. പെൺകുട്ടികൾ 435. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,320. വിജയശതമാനം 75.30. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 98. കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ 64. ആൺകുട്ടികൾ 39. പെൺകുട്ടികൾ 25. ഉപരിപഠനത്തിന് യോഗ്യരായ കുട്ടികളുടെ എണ്ണം 57. വിജയശതമാനം 89.06. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 2. സ്കോൾ കേരള
ആകെ കുട്ടികൾ 34,786, ആൺകുട്ടികൾ 21,257, പെൺകുട്ടികൾ 13,529. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 16,950. വിജയശതമാനം 48.73%. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത് വിദ്യാർത്ഥികളുടെ എണ്ണം 494. പ്രൈവറ്റ് കമ്പാർട്ട്മെന്റിൽ ആകെ കുട്ടികൾ 19,698, ആൺകുട്ടികൾ 13,819, പെൺകുട്ടികൾ 5,879. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 6,156. വിജയശതമാനം 31.25. എല്ലാ വിഭാഗങ്ങളിലുമായി പരീക്ഷ എഴുതിയവർ ആകെ കുട്ടികൾ 4,32,436. 4,32,436. ആൺകുട്ടികൾ 2,18,057. 2,18,057. പെൺകുട്ടികൾ 2,14,379. 2,14,379. വിജയശതമാനം ഏറ്റവും കൂടിയ ജില്ല എറണാകുളം 87.55. വിജയശതമാനം ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ട 76.59%. %100 വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളുടെ എണ്ണം 77. സർക്കാർ സ്കൂൾ 8, എയ്ഡഡ് സ്കൂളുകൾ 25, അൺഎയ്ഡഡ് സ്കൂളുകൾ 32, സ്പെഷ്യൽ സ്കൂളുകൾ 12. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ല മലപ്പുറം 60,380. ഏറ്റവും കുറവ് വിദ്യാർത്ഥി പരീക്ഷ എഴുതിയ ജില്ല വയനാട് 9,614. മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 33,915. 33,915. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ A+ ഗ്രേഡിന് അർഹമായ ജില്ല മലപ്പുറം 4,897. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജമാക്കിയ സ്കൂൾ സെന്റ് മേരീസ് HSS പട്ടം തിരുവനന്തപുരം 838 പേർ. വിജയിച്ചവർ 715 പേർ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജമാക്കിയ സർക്കാർ സ്കൂൾ രാജാസ് GHS കോട്ടക്കൽ മലപ്പുറം 715 പേർ. വിജയിച്ചവർ 671. വ്യക്തിഗതമായ പരീക്ഷാഫലം ഇന്ന് 4 മണി മുതൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശിച്ചിട്ടുള്ള വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. പുനർമൂല്യനിർണ്ണയം, ഫോട്ടോ കോപ്പി, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 31/5/2023 ആണ്. സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 29/5/2023 ആണ്. സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ജൂൺ 21 മുതൽ നടത്തുന്നതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം. സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ NSQF അനുസരിച്ചുള്ള പാഠ്യപദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. വൊക്കേഷൻ കോഴ്സുകളുടെ പ്രായോഗിക പരീക്ഷ സ്കിൽ അസസ്മെന്റ് ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷനും കീഴിലുള്ള സെക്ടർ സ്കിൽ കൌൺസിലുകൾ നിയോഗിക്കുന്ന തേർഡ് പാർട്ടി അസസർമാരാണ് നടത്തുന്നത്. മറ്റ് വിഷയങ്ങളുടെ പരീക്ഷകൾ ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് നടത്തുകയും സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ചെയ്യുന്നു.
VHSC വിഭാഗത്തിൽ ഈ വർഷം 48 സ്കിൽ കോഴ്സുകളിലാണ് പരിശീലനം നടത്തിയത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 28,495. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 22,338. വിജയശതമാനം 78.39%. മുൻവർഷത്തെ വിജയശതമാനം 78.26%. വിജയശതമാനത്തിലെ വർധനവ് 0.13%. 0.13%. വിജയശതമാനം വിഷയാടിസ്ഥാനത്തിൽ സയൻസ് 78.76%. ഹ്യൂമാനിറ്റീസ് 71.75%. കൊമേഴ്സ് 77.76%. പരീക്ഷ എഴുതിയ ആൺകുട്ടികൾ 17,565. പരീക്ഷ എഴുതിയ പെൺകുട്ടികൾ 10,930. 10,930. ആൺകുട്ടികളുടെ വിജയശതമാനം 73.09%. പെൺകുട്ടികളുടെ വിജയശതമാനം 86.91%. ഏറ്റവും കൂടുതൽ വിജയം നേടിയ ജില്ല വയനാട്. വയനാട് ജില്ലയിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 776. വിജയശതമാനം 83.63%. ഏറ്റവും കുറവ് വിജയശതമാനം നേടിയ ജില്ല പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 1,548. വിജയശതമാനം 68.48%. 100% വിജയം നേടിയ സ്കൂളുകൾ ആകെ 20 എണ്ണം. 100% വിജയം നേടിയ സർക്കാർ സ്കൂളുകൾ 12 എണ്ണം. 100% വിജയം നേടിയ എയ്ഡഡ് സ്കൂൾ 8 എണ്ണം. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 373. മുൻവർഷം എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 187. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനം. അപേക്ഷ സമർപ്പണം 2023 ജൂൺ 2 മുതൽ 9 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ട്രയൽ അലോട്ട്മെന്റ് തീയതി ജൂൺ 13. ആദ്യ അലോട്ട്മെന്റ് തീയതി ജൂൺ 19. മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് തീയതി 2023 ജൂലൈ മാസം 1. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെന്റുകളിലൂടെ ഭൂരിഭാഗം സീറ്റുകൾ പ്രവേശനം ഉറപ്പാക്കി 2023 ജൂലൈ മാസം 5-ന് +1 ക്ലാസുകൾ ആരംഭിക്കുന്നതാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് ഒരു 4-5 മാസം കുട്ടികൾ കൂടുതൽ കിട്ടും. മുഖ്യഘട്ടം കഴിഞ്ഞാൽ പുതിയ അപേക്ഷകൾ ക്ഷണിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിലൂടെ ശേഷിക്കുന്ന ഒഴിവുകൾ നികത്തി 2023 ആഗസ്റ്റ് മാസം 4-ന് പ്രവേശന നടപടികൾ അവസാനിക്കുന്നതായിരിക്കും. കരിയർ ക്ലിനിക്ക് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം
കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൌൺസിലിംഗ് സെൽ 12ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്കായിട്ട് കരിയർ കൌൺസിലിംഗ് പ്രോഗ്രാം കരിയർ ക്ലിനിക് എന്ന പേരിൽ സംഘടിപ്പിക്കുന്നുണ്ട്. തുടർ പഠനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും ആശങ്കകൾ അകറ്റുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കരിയർ വിദഗ്ധരുടെ ഒരു പാനലാണ് വിദ്യാർത്ഥികളുമായി വിവിധ വിഷയങ്ങളിൽ സംവദിക്കുന്നത്. 2023 മെയ് 26 വൈകുന്നേരം 7 മണിക്ക് സൂം പ്ലാറ്റ്ഫോമിലൂടെ ആണ് ഈ പദ്ധതി സംഘടിപ്പിക്കുന്നത്. അതേ ദിവസം പ്ലസ് ടു കഴിഞ്ഞ സയൻസ് വിദ്യാർത്ഥികൾക്ക് തുടർ പഠനമായും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അവരുടെ സംശയങ്ങൾ ചോദിക്കുകയും ദൂരീകരിക്കുകയും ചെയ്യാവുന്നതാണ്. മെയ് 27 ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഹ്യൂമാനിറ്റീസ് മേഖലയിലെ വിദ്യാർത്ഥികൾക്കും മെയ് 28 ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് കൊമേഴ്സ് മേഖലയിലെ വിദ്യാർത്ഥികൾക്കും സൌകര്യമൊരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് സൂം പ്ലാറ്റ്ഫോമിൽ മീറ്റിംഗ് ID 8270-0743-878 അതിന്റെ പാസ്വേഡ് CGAC എന്നുള്ളതാണ്. CGAC അത് ഉപയോഗിച്ച് പ്രവേശിക്കാവുന്നതാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൌൺസിലിംഗ് സെന്ററാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങൾ വെബ്സൈറ്റിലും ബാക്കിയുള്ള ട്വിറ്ററിലും എല്ലാം ഫേസ്ബുക്കിലും എല്ലാം തന്നെ ലഭ്യമാണ്. പ്രകാശനം റിസൾട്ട് പോകുന്നില്ല. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങളാണ് വിദ്യാഭ്യാസ 82% വിജയം. പരീക്ഷ എഴുതുകയും വിജയിക്കുകയും ചെയ്യുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ശതമാന കണക്കിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. 100% വിജയിച്ച ഉടനെ നിങ്ങൾ ചോദിക്കുമോ എല്ലാവരെയും വിജയിപ്പിച്ചാന്ന് ചോദിക്കും. അതൊക്കെ ഇതിന്റെ കൂട്ടത്തിലുള്ളത് തന്നെയാണ്. അല്ല, റിസൾട്ട് പൊതുവിൽ നമുക്ക് നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഫോക്കസ് ഏരിയ ഒന്നും ഇല്ലാതെ നടത്തിയ ഫുൾ റിസൾട്ടാണ്. നമ്മളെ നല്ല റിസൾട്ട് എന്നാണ് ഞങ്ങൾക്ക് വിലയിരുത്താനുള്ളത്. അതിപ്പോൾ നമുക്കിപ്പോൾ എല്ലാ കാലത്തും എല്ലാ വിഷയങ്ങൾക്കും 100% പോകണമെന്നില്ലല്ലോ. ചിലപ്പോൾ സാഹചര്യങ്ങൾ അനുസരിച്ച് കൂടും, ചിലപ്പോൾ കുറയും. അതെല്ലാം തീരെ താഴെ പോകുന്നില്ലല്ലോ. അതെ അതെ. അല്ല, അതിപ്പം മെച്ചപ്പെടുത്താൻ നടപടികളുമായിട്ടാണല്ലോ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യം വൻതോതിലാണ് മെച്ചപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് കിഫി ഫണ്ടും പ്ലാൻ ഫണ്ടും മറ്റ് ഏജൻസികളുടെ ഫണ്ടെല്ലാം കൂടെ ചേർന്നുകൊണ്ടൊരു 3200 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ 97 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമാണ് നടന്നത്. വരാൻ പോകുന്ന ഒരു 6 മാസക്കാലം കൊണ്ട് ഏതാണ്ട് എല്ലാ സ്കൂളുകളിലും പുതിയ കെട്ടിടങ്ങളാവും. ഈ വർഷം നമ്മൾ ഊന്നൽ കൊടുക്കുന്ന 1 മുതൽ 4 വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും മുൻഗണന കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അതിനുവേണ്ടിയുള്ള അധ്യാപകരുടെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക്
നമ്മുടെ സ്റ്റാൻഡേർഡ്, കുട്ടികളുടെ നിലവാരം എല്ലാ നിലവാരത്തിലും ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ദേശീയാടിസ്ഥാനത്തിലുമൊക്കെ തന്നെ നടക്കുന്ന എല്ലാ മത്സര പരീക്ഷയും നമ്മുടെ കുട്ടികൾക്ക് മുൻപന്തിയിൽ വരേണ്ടതായിട്ടുണ്ട്. അതിന് ഉതകുന്ന രൂപത്തിൽ ഇപ്പോൾ LSS USS സ്കോളർഷിപ്പാണ് പരീക്ഷയാണുള്ളത്. അതൊക്കെ ചെറിയ കുട്ടികൾക്കാണുള്ളത്. അതും ഈ കോവിഡ് കഴിഞ്ഞപ്പോഴൊക്കെ ഒരു ശരിയായി നടക്കാത്തയും അവർക്ക് അതിൻ്റെ സമ്മാനം കിട്ടാത്തൊക്കെ ഒരവസ്ഥ ഉണ്ടായി. കൂടുതൽ സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തുക, അത് നമ്മൾ ആലോചിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അധ്യാപകർ തന്നെ ഇപ്പോൾ റെസിഡൻഷ്യൽ പരിശീലനം നടക്കുന്നുണ്ട്. പിന്നെ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ, അതാണ് ഇപ്പം മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ എല്ലാ സ്കൂളുകളിലും തയ്യാറാക്കുന്നുണ്ട്. അക്കാഡമിക് മാസ്റ്റർ പ്ലാനിൽ നമുക്ക് 210 ദിവസം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ദിവസം നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അത് വിദ്യാഭ്യാസ നിയമത്തിലും പറയുന്ന കാര്യം തന്നെയാണ്. ഇപ്പം തന്നെ ഈ ഞാൻ ഒരു ടൈം ടേബിൾ പറഞ്ഞല്ലോ, ഹയർ സെക്കൻഡറി വൊക്കേഷണൽ സെക്കൻഡറിയുടെ പരീക്ഷയുടെ 1.5 മാസക്കാലം നമുക്ക്, അല്ല 2 മാസം, 40-45 ദിവസത്തിന് കുട്ടികൾക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. 5-ാം തീയതി തന്നെ തുറക്കണം എന്നുള്ള നിലയിൽ ശ്രമിക്കുകയാണ്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ റിസൾട്ട് പ്രഖ്യാപിച്ച എല്ലാ അധ്യാപക സംഘടനയും വന്നിരിക്കുക. അവരെല്ലാം ഞാൻ ഉള്ള സന്തോഷത്തോടുകൂടി അഭിനന്ദിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പത്രക്കാരുടെയൊക്കെ പിന്തുണ അതിനാവശ്യമാണ്. തെറ്റായ വാർത്തകളൊന്നും കൊടുക്കാതെ, വാർത്തകൾ 10 പ്രാവശ്യം നിങ്ങൾ ചെക്ക് ചെയ്തിട്ടേ കൊടുക്കാറുള്ളൂ. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ്. പിന്നെ ലഹരിക്കെതിരായിട്ടുള്ള പ്രോഗ്രാം വളരെ ശക്തിയായി തന്നെ ഈ അക്കാഡമിക് ഇയർ നമുക്ക് അത് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ജൂൺ മാസം 1-ാം തീയതി സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്കൂളുകളിലും. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയാണത് ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാ സ്കൂളുകളിലും ജനപ്രതിനിധികളും സാംസ്കാരിക നായകന്മാരും വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ട് കുട്ടികളെ അനുഗ്രഹിക്കുകയാണ് ജൂൺ മാസം 1-ാം തീയതി. നമ്മുടെ സ്പെഷ്യൽ അസംബ്ലി വിളിച്ചു ചേർക്കുന്ന അവസരത്തിൽ ക്ലീൻ ക്യാമ്പസ്, ഗ്രീൻ ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം പറയും. അതുപോലെ ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം പറയും. കഴിഞ്ഞ ദിവസം വൈദ്യുത മന്ത്രി, ട്രാൻസ്പോർട്ട് മന്ത്രി, LSTD മിനിസ്റ്റർ, ആരോഗ്യമന്ത്രി, ഞാൻ ഇത്രയും മന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു മുഖ്യമന്ത്രി സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ വൈദ്യുത മന്ത്രി സ്കൂളിലെ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള, കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. KSRTCയുടെ ചുമതലയുള്ള മന്ത്രി പറഞ്ഞത് ബസിന്റെ ഫിറ്റ്നസ് സ്കൂളിൽ ചെന്ന് പരിശോധിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. വാട്ടർ അതോറിറ്റി പിന്നെ അവിടുത്തെ താഴേക്കുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും താൽക്കാലികമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാക്കുന്നെങ്കിൽ അതിൽ ഇടപെടുവാനും ശുദ്ധജലം സ്കൂളിൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിന് പറഞ്ഞിട്ടുണ്ട്. LSTD മിനിസ്റ്റർ എക്സൈസിന്റെ മിനിസ്റ്ററും കൂടെയാണ്, എക്സൈസിന്റെ മന്ത്രിയും കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലഹരി പോലുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വർഷം ക്യാമ്പസുകളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശക്തമായി തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമത്തിലാണ്. ഒരുപാട് രഹസ്യ വാർത്തകളൊക്കെ വരുന്നുണ്ട് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചത്. നമുക്കതൊന്നും പരസ്യപ്പെടുത്തുന്നത് നമ്മുടെ സമൂഹത്തിന് തന്നെ ഗുണം ചെയ്യുന്ന കാര്യമില്ല. ഇപ്പം തന്നെ ഒരു അധ്യാപകൻ തന്നെ, അധ്യാപക സമൂഹത്തിന് തന്നെ നമുക്ക് ഒരു ക്ഷീണം ഉണ്ടാക്കുന്ന രൂപത്തിലാണല്ലോ ഒരു അധ്യാപകൻ തന്നെ അതിൽപ്പെട്ട് ഒരു ദുരന്തം ഉണ്ടാക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തത്. അതിനെ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് ലഹരി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ. അപ്പം എല്ലാം ആയല്ലേ. നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് എടുക്കുക. നെഗറ്റീവായി മാത്രം ചിന്തിക്കുന്നത് ഗുണകരമല്ല. ഞാൻ പറയട്ടെ ഈ വർഷം റിസൾട്ട് പ്രഖ്യാപിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ആദ്യം കൂടുന്ന ക്യാബിനറ്റ് OA ആയിട്ട് എടുത്തുകൊണ്ട് ഈ കാര്യം തീരുമാനിക്കുന്നത്.
അപ്പം ഗവൺമെന്റ് എങ്ങനെ ചിന്തിക്കുമെന്ന് മനസ്സിലായല്ലോ. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാനിതിപ്പം മൂന്നാമത്തെ റിസൾട്ടാണ് പറയുന്നത്. +2 പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആ പ്രവേശനം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാവും. അക്കാര്യത്തിൽ അങ്ങും ഉത്കണ്ഠപ്പെടേണ്ട, സമൂഹം ഉത്കണ്ഠപ്പെടേണ്ട, ആരും തന്നെ ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യമില്ല. ചിലപ്പോൾ ചില ക്ലാസ്സിലൊക്കെ 50 കുട്ടികളെന്നുള്ള 60 കുട്ടികളൊക്കെ ആയിപ്പോവും. അതൊക്കെ നമ്മുടെ കേരളത്തിൽ നടപ്പുള്ള കാര്യം തന്നെ. അതിൽ ഒരു പ്രായോഗം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. വിമർശനം ഇല്ലാത്ത കാര്യമല്ലോ നമ്മുടെ നാട്ടില്. ഇപ്പൊ എന്താ വേണ്ടത്? ഇപ്പം ഏത് എന്ന് നിങ്ങളുടെ ആര് പറഞ്ഞു? അങ്ങനെ ആരോ പറഞ്ഞത്? അതിന്റെ രേഖയിലുണ്ടോ അങ്ങനെയുള്ളവര്? അല്ല, അതൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ പിന്നെ കുട്ടികൾക്ക് പിന്നെ പഠനം ഉറപ്പാക്കുക എന്നുള്ളതല്ലാതെ നിങ്ങൾ ചോദിച്ച പോലെ 25 ആൾക്കാരെ വെച്ച് ഒരു ക്ലാസ് റൂമിൽ പഠിപ്പിക്കുക നിങ്ങൾക്ക് പറയാൻ എളുപ്പമുണ്ട്, ചോദിക്കാൻ എളുപ്പമുണ്ട്, നാളെ പത്രത്തിൽ എഴുതാനും എളുപ്പമുണ്ട്. അത് ഇന്നത്തെ സാഹചര്യം വെച്ച് എളുപ്പമല്ല. നമുക്ക് ഇന്നത്തെ സാഹചര്യം വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. എല്ലാ കുട്ടികൾക്കും പഠനത്തിനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഗവൺമെന്റ് അവിടെ ഇടപെട്ട് അതിന് പരിഹാരം കാണും. ഇല്ല, ഇതിന് ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഗ്രേസ് മാർക്കിന്റെ കണക്ക് പറയില്ല. അത് തയ്യാറാക്കിയില്ല, ഹയർ സെക്കൻഡറി തയ്യാറാക്കില്ല, കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും അതൊക്കെ നമ്മുടെ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടുള്ള പിന്നെ ഇന്റേണൽ കാര്യങ്ങളാണല്ലോ. ദേശീയ തലത്തിലുള്ള പരീക്ഷകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ മാർക്ക് ജിഹാദ് വിവാദം ഉയർന്നു വന്നതിന് ശേഷം നമ്മുടെ അപ്രോച്ചിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ അതാണ് ഈ റിസൾട്ടിൽ പ്രകടമാകുന്നത്? അല്ല, അതെനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്കതങ്ങനെ മനസ്സിലായിട്ടില്ല. അതൊക്കെ എല്ലാ റിസൾട്ടും നമ്മൾ അന്തരസാറിനും ഉണ്ടാകാറുണ്ട്, ഡിഗ്രി കോഴ്സിനുണ്ടാവാറുണ്ട്. അതൊന്നും പിന്നെ മൂല്യനിർണ്ണയത്തിലെ കുഴപ്പമോ അധ്യാപകർ പഠിപ്പിച്ചതിന്റെ കുഴപ്പമോ ഒന്നുമല്ല. ഈ നിമിഷം വരെ അങ്ങനെ ഒരു ആശയവും വന്നിട്ടില്ല, ഒരു പിന്നെ വ്യത്യസ്ത അഭിപ്രായം വന്നിട്ടില്ല. ഇനി പിന്നെ വരുമെങ്കിൽ നോക്കി പറയാം. പിന്നീട് അതിലങ്ങ് തുടരുകയാണ്. അപ്പം അതെന്താണെന്നുള്ളതാണ് ഫോക്കസ് നോൺ ഫോക്കസ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോഴും കുട്ടികൾക്ക് അത് റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, അത് ഓരോ കാലഘട്ടത്തിലും കുറച്ച് കൂടിയും കുറച്ചൊക്കെ ഇരിക്കുമല്ലോ. അതിനിപ്പോ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം എന്നുള്ളതിൽ മറുപടി പറയാൻ പറ്റുന്ന കാര്യമാണോ? ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ, അത് ഇനി അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ, ഒന്നാം വർഷ പിന്നെ ഹയർ സെക്കൻഡറിക്ക് അപേക്ഷിക്കുന്ന കുട്ടികൾക്ക് പരമാവധി അവർക്ക് സീറ്റ് കൊടുക്കുന്നതിന് വേണ്ടി മുൻകാലങ്ങളെ പോലെ ഗവൺമെന്റ് തയ്യാറായിരിക്കും. അത് വളരെ നേരത്തെ തന്നെ എന്റെ പ്രോസസ് ആരംഭിച്ചു കഴിഞ്ഞു. എന്തിനാണ് വീണ്ടും കിടന്ന് ചോദിക്കുന്നത്? എന്റെ അടുത്ത ഒരു അധ്യാപക സംഘടന ഒന്നും പറഞ്ഞില്ലേ, നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അല്ല, എന്നോട് പ്രതിഷേധമൊന്നും അറിയിച്ചിട്ടില്ല. 220 കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് നിലപാട്. അല്ല, അതൊക്കെ നോക്കണം, അത് വർക്കൗട്ട് ചെയ്യണം. ഇനിയിപ്പോ ആയിട്ടില്ല. അല്ല, അങ്ങനെ സ്കൂളുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ചില
സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അല്ല, അതിനെ നമ്മൾ വ്യാപകമായി നിങ്ങളെ പോലുള്ള ആൾക്കാർ പറയുന്നതന്നെ ശരിയില്ല. അങ്ങനെ പറയാൻ പാടില്ല, പറയാനേ പാടില്ല. അത് ചില അപൂർവം ചില സ്ഥലങ്ങളിൽ ചില ഒരു ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാകും. അതൊക്കെ സമൂഹത്തിൽ ഉള്ള എല്ലാ ഉണ്ടല്ലോ. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറയണോ? വേണ്ട. എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല ചോദ്യം. ഇല്ല, എനിക്കങ്ങനെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ലഹരി കൂടുതൽ ഉപയോഗിക്കുന്നതൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ എക്സൈസ് അതൊന്നും ഇല്ല, വിദ്യാഭ്യാസം ലഭിച്ചിട്ടൊന്നുമില്ല. പറഞ്ഞല്ലോ, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ അല്ലേ? അതെ, വ്യാപകമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനിപ്പോ വേറെ എനിക്കിപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഒന്നുമില്ലല്ലേ? ലഡ്ഡു ഒക്കെ കൊടുക്കണ്ടേ അവർക്ക്? പത്രക്കാർക്ക് ആരും വെച്ചു. ആരാണ് ഇന്ന് വരേണ്ടത്? ഷീജ ഏകദേശം വന്ന നമ്മുടെ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 82.95% ഇത്തവണത്തെ വിജയശതമാനം. 0.92% കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ഹയർ സെക്കൻഡറിയിൽ 3,12,005 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 33,815 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. ഇതാണ് ഹയർ സെക്കൻഡറിയുടെ കാര്യം. അതേസമയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 78.39 വിജയം. മൂന്ന് 3,12,005 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനം 82.95%. മുൻവർഷം ഇത് 83.87%. 82.95%. മുൻവർഷം ഇത് 83.87%. വ്യത്യാസം 0.92% കുറവ്. റിസൾട്ട് വിശദമായി. റെഗുലർ സ്കൂൾ ഗോയിങ് ആകെ കുട്ടികൾ 3,76,135. ആൺകുട്ടികൾ 1,81,624. പെൺകുട്ടികൾ 1,94,511. റെഗുലർ സ്കൂൾ ഗോയിങ് കോമ്പിനേഷന്റെ അടിസ്ഥാനത്തിൽ സയൻസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,93,544. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,68,975. 87.31%. ഹ്യൂമാനിറ്റീസ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 74,482. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 53,575. വിജയശതമാനം 71.93. കൊമേഴ്സ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം
1,08,109. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 89,455. വിജയശതമാനം 82.75. റെഗുലർ സ്കൂൾ ഗോയിങ് സ്കൂൾ വിഭാഗം അനുസരിച്ച് സർക്കാർ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,64,000. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹയർ സെക്കൻഡറിയിൽ 82.95% വിജയം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 78.39% വിജയം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 0.13% വർധനയാണ് വിജയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഹയർ സെക്കൻഡറിയിൽ 0.92% കുറവ് ഈ വിജയ ശതമാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. നന്ദൻ വിവരങ്ങളുമായി ചേരുകയാണ്. നന്ദകുമാർ, വിദ്യാഭ്യാസ മന്ത്രി വാർത്താസമ്മേളനം നടത്തിയാണ് ഈ വിജയ ശതമാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്, ഫലം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്താണ് അതിന്റെ ഒരു വിശദ വിവരങ്ങൾ? ഹയർ സെക്കൻഡറിയിൽ വിജയ ശതമാനം കുറഞ്ഞതിനോട് മന്ത്രിയുടെ പ്രതികരണം എന്തായിരുന്നു? രേണുക, 2021 ഹയർ സെക്കൻഡറിയിൽ ഏകദേശം 87.94% വിജയ ശതമാനമായിരുന്നത്. അതിനുശേഷം ഒരു കുത്തനെ ഒരു താഴോട്ടേക്കാണ് ഈ ഒരു ഹയർ സെക്കൻഡറിയിലെ വിജയ ശതമാനം കൂപ്പുകുത്തിയത്. പ്രത്യേകിച്ച് 83.87% 2022 ഈ ഒരു വിജയ ശതമാനം. അത് 2023 82.95% വീണ്ടും കുറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് 0.92% കുറവ് ഇപ്രാവശ്യത്തെ ഹയർ സെക്കൻഡറി വിജയ ശതമാനത്തിൽ ഉണ്ടാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും സർക്കാർ സ്കൂളുകളിൽ 79.19% വിജയ ശതമാനമായി കണക്കാക്കപ്പെടുന്നു. അൺഎയ്ഡഡ് സ്കൂളുകളിൽ 82.7% വിജയവും എയ്ഡഡ് സ്കൂളുകളിൽ 86.31% വിജയം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്പെഷ്യൽ സ്കൂളിലടക്കം മികച്ച വിജയ ശതമാനമാണ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. 99.32% സ്പെഷ്യൽ സ്കൂളുകളിലും വിജയ ശതമാനം നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത് 33,815 പേർക്കാണ് എല്ലാ വിഷയങ്ങളിലും A+ നേടുകയും ചെയ്തത്. സയൻസ് വിഷയങ്ങളിൽ 87.31 വിജയ ശതമാനം നേടിയിട്ടുണ്ട്. കൊമേഴ്സിൽ 82.75, ഹ്യൂമാനിറ്റിക്സിൽ 71.93% ആണ് വിജയ ശതമാനമായി കണക്കാക്കുന്നത്. എന്തായാലും ഈ ഒരു ഏറ്റവും കൂടുതൽ വിജയ ശതമാനം നേടിയ ജില്ല അത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ 87.55% ഈ ഒരു വിജയമായി കണക്കാക്കിയിട്ടുള്ളത്. ഏറ്റവും കുറവ് പത്തനംതിട്ടയിലാണ്. 76.59% പത്തനംതിട്ടയിലെ ഒരു വിജയ ശതമാനം. എന്തായാലും വലിയ തോതിൽ പത്തനംതിട്ടയിൽ ജില്ലയിൽ അത് വിജയ ശതമാനം അത് കുറവായിട്ട് തന്നെയാണുള്ളത്. എന്തായാലും 100% വിജയം നേടിയ സർക്കാർ സ്കൂളുകൾ 77 സ്കൂളുകളാണ് ഇത്തരത്തിൽ 100% വിജയം നേടിയിട്ടുള്ളത്. എന്തായാലും A+ അടക്കം കൂടുതൽ A+ കിട്ടിയത് മലപ്പുറം ജില്ലയിലാണ്. 4,897 വിദ്യാർത്ഥികൾക്കാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടുകയും ചെയ്തത്. എന്തായാലും മൂല്യനിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഈ മാസം അവസാനം മുതൽ അതിന്റെ പ്രക്രിയ ആരംഭിക്കുകയാണ്. സേ പരീക്ഷ ജൂൺ 21 മുതൽ ആരംഭിക്കുകയും ചെയ്യും. ഈ സേ പരീക്ഷയ്ക്ക് 29 മുതലാണ്, ഈ മാസം 29 മുതലാണ് അപേക്ഷിക്കുകയും ചെയ്യേണ്ടത്. എന്തായാലും 1ാം വർഷ പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. 2023 ജൂൺ 2 മുതൽ 9 വരെയാണ് ഈ ഒരു +1 പ്രവേശനത്തിന് അപേക്ഷിക്കേണ്ടത്. ജൂൺ 19 ആദ്യ അലോട്ട്മെന്റും ജൂലൈ 5 ക്ലാസുകൾ ആരംഭിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ക്രമീകരണം നടത്തിയിട്ടുള്ളത്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 മണി മുതൽ വിവിധ സൈറ്റുകളിൽ ഈ ഫലം അറിയാം വിദ്യാർത്ഥികൾക്ക് സാധിക്കും. നല്ല ഒരു വിജയ ശതമാനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഈ ഫലത്തെ വിദ്യാഭ്യാസ മന്ത്രി വിലയിരുത്തുന്നത്. ഒപ്പം +1 പ്രവേശനത്തിന് എല്ലാ കുട്ടികൾക്കും അവർക്കാവശ്യമുള്ള സീറ്റുകൾ ഉറപ്പാക്കും എന്നുകൂടി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നു. നന്ദകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,570 രൂപ, പവന് 44,560 രൂപ. വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോയ്ക്ക് 77,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,827 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.
16 channels. ഈ പദ്ധതിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാണ് ഈ സാമൂഹിക ആഘാതവുമായി പഠനവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇത്തരത്തിൽ സാമൂഹിക ആഘാത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ പദ്ധതി നടപ്പാക്കാൻ മതിയായ നഷ്ടപരിഹാരം കൊടുത്ത്